ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണേ. ഇപ്പം ഞാൻ പോൺസിൻ്റെ അച്ചാറിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനി നാളെ ചിക്കൻ്റെ അച്ചാറിടണം. ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ നമ്പർ പിൻ ചെയ്തേക്കാം, കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയച്ചു കൊടുക്കും കേട്ടോ. അപ്പം എന്തോ പറയാനായിട്ട് വന്നത് മറന്നുപോയി. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സോഫ്റ്റ് പാലപ്പവും മുട്ടക്കറി എന്ന് വേണേൽ മുട്ടക്കറി പറയാം, വെജിറ്റബിൾ കറി എന്ന് വേണേൽ വെജിറ്റബിൾ കറി വേണം. നിങ്ങൾക്ക് ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. അപ്പം ഇന്നലെ ഞാൻ അതാദ്യമായിട്ട് കേൾക്കുമോ കമൻറ്റിൽ കേട്ടോ. ഇങ്ങനെ തൊണ്ടയിൽ എന്തെങ്കിലും പോയാലേ വെണ്ണ ഇങ്ങനെ നമ്മൾ കഴിച്ചാൽ മതി. ദിവസം 2-3 പ്രാവശ്യം ചെയ്യുമെങ്കിൽ തൊണ്ടയിൽ പോയി മുറിയുവാണെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ നല്ലതാണ്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. വെണ്ണ, തേനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഇങ്ങനെ നമുക്ക് ഈ ടോൺസിലൈറ്റീസോ അങ്ങനെ കാണാൻ വരുവാണെങ്കിൽ, ടോൺസിലൈറ്റീസ് അല്ല, ഈ അൾസർ പോലെ വരുവാണെങ്കിലൊക്കെ ഈ തേൻ കുടിച്ചാൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സജഷൻ നമ്മളിങ്ങനെ പറയുമ്പോഴല്ലേ പലരും കമൻ്റ് ഇടുമ്പോൾ പലരുടെ അഭിപ്രായങ്ങളാകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമല്ലോ അത് നോക്കി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പം നമുക്കിനിയും വീഡിയോയിലോട്ട് പോവുക. വീഡിയോ കാണുക. ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ. അപ്പം സൺഡേ അഥവാ ഈ സൺഡേ ഞങ്ങൾക്ക് സൺഡേയാണ് യൂത്തുകളുടെ. അപ്പം യൂത്തുകളുടെ ആണേലും ഞങ്ങളുടെ ഈ ഏരിയയിലായതുകൊണ്ട് ഞങ്ങളുടെ ഈ ലോക്കലിലുള്ളവരും യൂത്തുകളുടെ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം രാവിലെ 9:30 തൊട്ട് 2 മണി വരെ ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങ് വരുമ്പം ലേറ്റായി, പിന്നെ എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ലെങ്കിൽ കഴിവതും നാളെ ഒരു 6 മണിക്ക് ലൈവ് വരാമെന്ന് ആഗ്രഹിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അഥവാ ചേഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ മായ ചോദിച്ചായിരുന്നു, ചേച്ചി മക്കൾ മലയാളം പാട്ടുകൾ പാടുന്നത് ഇംഗ്ലീഷിൽ എഴുതിയാണോ എന്ന്. നമുക്ക് ഈ ഗൂഗിളിൻ്റെ അകത്ത് മംഗ്ലീഷ് പോലെ വരുമല്ലേ. ഇപ്പം എൻ്റെ യേശു എന്ന് ആണെങ്കിൽ ENT അങ്ങനെയൊക്കെ അങ്ങനെ പാട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് ഇവർ പാടുന്നത്. ചില സമയത്ത് നമ്മളങ്ങ് മലയാളം നല്ല ഫ്ലുവൻസിൽ പറയുന്നത് പോലെ അവർക്ക് ചില വേർഡുകൾ അങ്ങോട്ട് പറ്റത്തില്ല. അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഞാനതിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മായയുടെ കമൻറ്റിൻ്റെ കാര്യം ഓർത്തത്. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കുന്നത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾ വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ട ഇടാതെ ഞാനിപ്പോൾ ഇവിടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും എടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണേൽ ബീൻസ്, മട്ടർ ഇതൊക്കെ എടുക്കാമേ. ഞാനപ്പോൾ അത് ഉരുളൻകിഴങ്ങും ക്യാരറ്റും അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാളയും, ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അത്രയും പച്ചമുളക് എടുത്തുകൊണ്ട് പച്ചമുളകൊക്കെ അങ്ങ് പഴുത്ത് ചുവന്ന മുളകായിപ്പോയി. ഞാൻ ഈ കറി തലേന്ന് രാത്രിയിലേ ചെയ്ത് വെക്കുക. കാരണം രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ഇതൊക്കെ അരിഞ്ഞ് വറക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കറി രാവിലെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഈ പച്ചമുളക് കൂടെ പച്ചമുളക് ഞാൻ മൊത്തത്തിലും കീറുന്നില്ല. ഒരു സൈഡ് ഇങ്ങനെ കീറി എൻഡ് വരെ പോകത്തില്ല. അപ്പം ഞാൻ ഈ കടായി വെച്ചിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടി ഇട്ടിട്ട് ആ മുട്ടയൊന്ന് അതിൻ്റെ അകത്തിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയ്ക്ക് നല്ല കളറ് കിട്ടും. അതിന് വേണ്ടി വേണേൽ കുറച്ച് നേരം കൂടെ ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ മുട്ട ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ കടായിൽ തന്നെ ഒരു ഇച്ചിരി ഓയിലൂടെ ഒഴിച്ചിട്ട് ഞാൻ ആ സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇച്ചിരി നേരം ഇന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഞാൻ ഈ കിഴങ്ങുകളുടെ ഇച്ചിരി കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഞാൻ എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കും.
എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ ചേർത്തിട്ട് ഞാനിത് നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് കൊടുക്കും. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് നന്നായി ഒന്ന് വഴണ്ട് കിട്ടും പെട്ടെന്ന്. ഇതൊന്ന് വഴന്നൊക്കെ വന്നായിരുന്നു. ഞാൻ തീ ഒന്ന് ഓഫാക്കി കൊടുത്തായിരുന്നു. എനിക്ക് വേറെ ഇച്ചിരി ജോലിയുടെ കാര്യത്തിന് പോയപ്പോഴത്തേക്കിന് ഇത് ഓഫാക്കിയിട്ടാണ് പോയേ. അപ്പോൾ ഞാൻ തീ വീണ്ടും ഓണാക്കിയിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് അതിനോടുള്ള ഇരിക്കുക പച്ചമുളക് ചേർത്തത്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. പൊടികളൊക്കെ ഇട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് കൊടുത്ത് അപ്പോഴത്തേക്കിന് ആ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് നല്ല വെന്ത മണം വരും. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഒരു 3/4, ഇത് ഇത്രയും പിന്നെ നിങ്ങൾ ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുന്നത്. ഇതിനേക്കാൾ കുറച്ചാണെങ്കിൽ 1/2 ടീസ്പൂൺ അങ്ങനെ ചേർത്താൽ മതി, 1 ഏലക്കയും ചേർത്താൽ മതി. എന്നിട്ട് ഒരു സ്വല്പം പേരിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആ അരപ്പൊന്നിട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇപ്പോൾ ഒരു ഇച്ചിരി ഒരു റെഡ് കളർ പോലെ വന്നത് നമ്മളെ ടൊമാറ്റോ ചേർത്തില്ലേ അതിൻ്റെയാണ്. ടൊമാറ്റോ ചേർത്തില്ലെങ്കിൽ നല്ല യെല്ലോ കളർ പോലെ ഇരുന്നതിനായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇപ്പം നിങ്ങൾ വെജിറ്റബിൾ കറി ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തങ്ങ് മുട്ട ഇട്ടെന്നേ ഉള്ളൂ. മുട്ടയും കൂടെ ഇട്ടിട്ട് ഇനി ഞാനങ്ങ് തീ ഓഫാക്കും. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി ക്രീമോ മലായിയോ പാലോ, ഞാൻ ചില സമയത്തൊക്കെ സാദാ കവർ പാലൊഴിക്കും. അപ്പം കുറേ കൂടെ നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രിയിലെ ചെയ്ത് വെച്ചാൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ അത് ചൂടാക്കിയെടുക്കും. അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഈ അപ്പം ഞാൻ ഇതിൻ്റെ മാവ് അരച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഞാൻ 2 ചട്ടി എടുത്തില്ല. കൊച്ചിന് പാലൊക്കെ കാച്ചി അതും കൊടുത്ത് ചായക്കൊക്കെ വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ 4 അടുപ്പുണ്ടെങ്കിൽ ഞാൻ 4 കൂടെ ഒരുമിച്ച് കത്തിക്കത്തില്ല, എനിക്ക് പേടി. ഇന്നാളുള്ള ഒരു യൂട്യൂബർ പറഞ്ഞായിരുന്നല്ലേ, അവർ 4 ഇതുകൂടെ വെച്ചാൽ ഗ്ലാസ്സുകൾ ചൂടായി അങ്ങ് പൊട്ടിയെന്നുള്ളത്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പം ഞാനിങ്ങനെ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ. ഞാൻ ഇത് അരച്ചത് 2 കപ്പ് പച്ചരി, പിന്നെ ഞാൻ 1 കപ്പ് വെള്ള അവൽ. ഈ വെള്ള അവൽ ഞാൻ 5 മിനിറ്റിന് മുമ്പിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ആ അവൽ നെകക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ഇപ്പം അതെല്ലാം അങ്ങ് അതിൻ്റെ അകത്ത് ആ വെള്ളം എല്ലാം അവൽ അങ്ങ് സോക്ക് ചെയ്തെടുത്ത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പകുതി അരി പകുതി 2 ട്രിപ്പായിട്ടാണ് എനിക്ക് അരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പകുതി അരി പകുതി അവൽ പകുതി തേങ്ങ, എന്നിട്ട് ഇച്ചിരി ആ തേങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത്, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ താല്പര്യമുള്ളവർ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ അവലൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ചോറ് അരയ്ക്കത്തില്ല കേട്ടോ അവൽ ചേർത്തത് കൊണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചതൊന്ന് ഞാൻ അരച്ചെടുത്തു. ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തു. രണ്ടാമത്തെ ട്രിപ്പും അതുപോലൊന്ന് അരച്ചിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പോലും ഈസ്റ്റ് ചേർത്തില്ല കേട്ടോ. എന്നിട്ട് ഞാനത് 2 പാത്രത്തിലാക്കിയാണ് വെച്ചത്. എനിക്കറിയാം ഇത് തൂകിപ്പോകുമെന്ന്. എന്നിട്ട് 2 പാത്രത്തിൽ വെച്ചിട്ട് നേരം വെളുത്ത് വന്നേ 1 പാത്രത്തിലെ ഇച്ചിരി ഒന്ന് തൂകിയായിരുന്നു. ഞാൻ ഈ 5 മണിക്ക് എനിക്ക് ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഞാൻ ഈസ്റ്റ് ചേർത്തത്, അല്ലെങ്കിൽ ലേറ്റായിട്ടാണെങ്കിൽ ഞാൻ ഈസ്റ്റ് ചേർക്കത്തില്ലായിരുന്നു. സാവകാശം അത് പൊങ്ങി വന്നേനെ. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി പൊങ്ങി. നിങ്ങൾ 1/2 ടീസ്പൂൺ പോലും വേണ്ട, ഇത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്, 1/2 ടീസ്പൂൺ പോലും വേണ്ട അല്ലാതെ ചേർക്കുവാണെങ്കിൽ. അപ്പോൾ അതും എല്ലാം കൂടെ അരച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നേ. നമുക്കിപ്പം തേങ്ങ ചേർക്കാതെ ഈ അവലും അരിയും വെച്ച് മാത്രം ബാക്കിയെല്ലാം സെയിം ഇതിൽ ചെയ്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് പോലെ കിട്ടത്തില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ വീഡിയോകൾ ഇടുന്നതിൻ്റെ അകത്ത് നേരത്തെ ഈ ഇതായിരുന്നു ഇടുന്നത്, കുക്കിംഗ് വീഡിയോകളായിരുന്നല്ലേ. ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, തേങ്ങ ചേർക്കാതെ അവലും ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റിൽ ഇത്തിരി വ്യത്യാസം വരും. അപ്പം ഞാനിങ്ങനെ 2 എണ്ണം ഞാൻ പിന്നെ പാൻ വെച്ച് എന്നിട്ട് കൊച്ചിനെ എണ്ണിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കട്ടെ. പക്ഷേ അപ്പം നല്ല സോഫ്റ്റാണ്. നമ്മൾ ഈ അവൽ ചേർക്കുന്ന ഉടനെ ചോറരയ്ക്കുന്നതിനേക്കായി വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് കൊച്ചെണീറ്റുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, മോനെ അപ്പവും കറിയും കൂടി ഇങ്ങനെ തന്നു വിടട്ടേന്ന്. അവൻ പറഞ്ഞു താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് ഇവന് ആദ്യമായിട്ട് ആ കറിയും അപ്പവും കൂടെ ഒക്കെ കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവന് വേണ്ടി ഇങ്ങനെ കുഞ്ഞ് ഈ പാൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞപ്പം അവൻ്റെ ടിഫിൻ ഡബ്ബയ്ക്കകത്ത് കൊടുക്കത്ത് വിടത്തക്ക വിധത്തിലുള്ള
ഇതുണ്ടാക്കി. അപ്പോൾ പോൾമോന് ഞാൻ ചോദിച്ചായിരുന്നു ഇന്നലെ തലേന്ന് രാത്രിയിൽ ഇടാ നിനക്ക് കറി ഇതും തരട്ടോന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മുട്ട ഇടുന്ന കണ്ടാണ് അവൻ പറഞ്ഞു വേണ്ട എൻ്റെ ഫ്രണ്ട്സ് പ്യുവർ വെജിറ്റേറിയൻ. ഞാൻ പറഞ്ഞു എടാ ഞാൻ മുട്ട ഇട്ടതല്ല ഉള്ളു, അതിൻ്റെ അകത്തൊന്നും അത് കയറുതൽ, ഞാൻ അല്ലാതെ കറി ഇതുമായിട്ട് തരാമെന്ന്. പിന്നെ ഞാൻ ചിന്തിച്ച് ഇവൻ്റെ ലഞ്ച് ഫസ്റ്റ് സെക്കൻഡ് ഇത് കഴിക്കുന്നത് 2 മണിയൊക്കെ കഴിയും. അപ്പോഴത്തേക്കിന് ചിലപ്പം ഇത് പന്നലാവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ചത് കൊണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ നീ കഴിച്ചിട്ട് പോ, ഇന്ന് ബ്രെഡ് വല്ലതും കൊണ്ടുപോകാൻ പറഞ്ഞു. അവനും ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. അവനും പറഞ്ഞു എനിക്ക് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും മതി, ഞാൻ രാവിലെ കഴിച്ചിട്ട് പോകുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഇവന് ബ്രെഡും ശ്രീഖണ്ഡ്, നേരത്തെ ഒന്നും ഈ പിള്ളേർ ശ്രീഖണ്ഡ് തിന്നത്തില്ല, അതിൻ്റെ അകത്ത് പിസ്തയോ ബദാമോ എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ തുപ്പി എടുത്ത് കളയായിരുന്നു. ഇപ്പം പക്ഷേ അവരതൊക്കെ മീൻസ് തിന്നാൻ പഠിച്ചു, അറിയത്തില്ല ഓട്ടോമാറ്റിക്കലി. ഇപ്പം വലുതായണേ പിള്ളേർ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കൊച്ചിന് ഞാൻ ഇങ്ങനെ കറി ഇതുകൂടെ കൊടുത്ത് അവൻ ഈ ബാഗ് ഞാൻ അവൻ്റെ സ്കൂൾ ബാഗിൻ്റെ അകത്ത് തന്നെ, അല്ലാതെ കയ്യിൽ ഇവൻ പിടിക്കുവാണെങ്കിൽ ചിലപ്പം ബസ്സിലെങ്ങാണം മറന്നു പോവുമോ അങ്ങനെ കാണും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ബാഗ് അവൻ്റെ സ്കൂൾ ബാഗിൻ്റെ അകത്ത് തന്നെ എടുത്ത് വെച്ച്, പിന്നെ കൊച്ചിൻ്റെ എല്ലാം ഒതുക്കി അവനവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. എന്നിട്ട് ഇവൻ്റെ ശരിയാക്കി, ഇവൻ്റെയും കൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ശ്രീഖണ്ഡ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ നന്നായിട്ടത് തവയിൽ വെച്ച് മുരിച്ച്, അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞാൻ കുഞ്ഞു പീസാക്കി, കാരണം പിള്ളേർ വന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുമല്ലോ കൂടുള്ളവർ, അപ്പോൾ അവർക്കും എടുത്ത് കഴിക്കത്തക്ക വിധത്തിൽ ഞാൻ അതിനെ മുറിച്ചിട്ട് കുഞ്ഞു പീസാക്കി, ഓരോ പീസ് എടുത്ത് കഴിക്കത്തക്ക വിധത്തിലുള്ളത്. അവരുടെ 2 ടിഫിനും വെള്ളമൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഇവർക്ക് ചായയും കൂടെ എടുക്കട്ടെ. ഡാഡിക്ക് കഴിക്കാനുള്ളത് എടുത്തു. ഡാഡി ഞാൻ പറഞ്ഞില്ലേ 4:30 ആകുമ്പോഴേ എണീറ്റ് എല്ലാം ഡാഡിയുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് ആഹാരം ഇതും കഴിച്ചിട്ട് കയറി കിടക്കും വീണ്ടും. അപ്പം ഡാഡി നല്ല സോഫ്റ്റ് അപ്പം കണ്ടില്ലേ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാനകത്ത് പോയി എൻ്റെ വീഡിയോകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, വീഡിയോ അപ്ലോഡിനിട്ടു, എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഞാനും കഴിക്കാനായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പം വെള്ളമൊക്കെ ക്യാനൊക്കെ ഞാൻ കഴുകിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വെച്ചു. അപ്പോൾ അതെല്ലാം തുണി അങ്ങ് കഴുകാനായിട്ട് അങ്ങിട്ടു. അപ്പോൾ ഇനിയും പാത്രങ്ങളൂടെ കഴുകി അതുകൂടെ ഇതൊക്കെയൊന്ന് ഇത്രയും വെള്ളം എല്ലാം പിടിച്ചൊഴിച്ച് വെള്ളം പിടിക്കാൻ വെച്ച് പാത്രങ്ങളൂടെയൊക്കെ കഴുകി വരുമ്പോഴത്തേക്കിനും ഒരു പകുതി ആശ്വാസമാവും. പിന്നെ മീനെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഐസ് പോകാനായിട്ട്. അപ്പം ഐസൊക്കെ പോയി കഴിഞ്ഞ് അതുകൂടെ ഒന്ന് വെട്ടിയെടുക്കണം. 3 എണ്ണം ആയിരുന്നല്ലോ, അതിലെ ഒരെണ്ണം എടുത്തു, ഇതിപ്പോൾ 2ാമത്തെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടിക്കാർ എനിക്ക് മീനച്ചാറിന് വേണ്ടി പ്രോൺസൊക്കെ പുള്ളിയുടെ നിന്ന് വാങ്ങിക്കണമായിരുന്നു. അപ്പം പ്രോൺസിനൊക്കെ വിലയാണ്, പക്ഷേ നമ്മൾ പഴയ വിലയാണ് ആൾക്കാർക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടാനും ഒക്കത്തില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞ്. അപ്പം അയലയുടെ വില ചോദിച്ചുണ്ടേ കിലോ 500 രൂപ, 500-550 രൂപയെന്ന് പുള്ളി പറയുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് നമുക്ക് ലാഭത്തിലാണ് കിട്ടിയത്. 3 ഒരെണ്ണം, ഈ ഒരെണ്ണം 200 രൂപ, ഒരു നഷ്ടമില്ല ഇക്കണക്കിന്. അതും നല്ല നല്ല വെള്ള ചൂരയായിരുന്നു. അതുകൊണ്ട് റേച്ചാനും ആദ്യത്തെ മീനും കൂട്ടി, 2ാമത്തെ മീനും ഈ മീനും കറി വെച്ചത് കൂട്ടി. അന്നേരം നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് റേച്ചാൻ മീൻ കഴിക്കുവാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു പീസ് കൂടെ കഴിക്കുവാണെങ്കിൽ ഒരെണ്ണേ എടുക്കത്തുള്ളൂ, ഒരെണ്ണം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. പിന്നെ ഞാൻ കൂടുതൽ ഫോഴ്സ് ചെയ്യാനും പോകത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ എനിക്കത് തൊലി ഉരിക്കാൻ പറ്റിയില്ലത്. അതുകൊണ്ട് കാരണം അത്
ഈ ചൂര ഉണ്ടല്ലേ ഇങ്ങനെ ഇതളായിട്ട് ചിലപ്പം അങ്ങ് ഇളകിപ്പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ 3 പീസാക്കിയിട്ട് ആ മുള്ളിൻ്റെ മുകളിൽ നിന്ന് കണ്ടിച്ച് ഒരു വിധത്തിൽ നമുക്ക് പറ്റും അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇങ്ങനെ പീസാക്കി ചെയ്യാൻ എനിക്ക് പ്രാക്ടീസാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ പിച്ചാത്തിക്ക് ഇത്തിരി വാത്തല കുറവാക്കിയായിരുന്നു. ഇച്ചിരി സ്കിന്നൊന്ന് ഇളക്കിയാൽ പിന്നെ അതേ ഇങ്ങനെ നമ്മൾ തള്ളവെള്ളം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ കൂടി ഇങ്ങനെ പിച്ചാത്തിയും കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുത്താൽ നല്ല. ഇങ്ങനല്ല, ഇങ്ങനെ പിടിച്ചിട്ട് താണ്ട ഇങ്ങനെ അങ്ങോട്ട് കൈൻ്റെ വെള്ളത്തിനോടോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയാൽ മതി. കൈ തെന്നുവാണെങ്കിൽ ആ പുളിവെള്ളത്തിലോട്ടൊന്ന് മുക്കുന്ന ഉടനെ അതങ്ങ് ശരിയാവുക, തെന്നലങ്ങ് മാറും. എത്ര കൂട്ടാനുണ്ടെങ്കിലും ഒരു ഇത്തിരി മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു വേറെ കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ പിള്ളേർക്കാണെങ്കിലും പോൾമോൻ ആദ്യത്തെ ദിവസമൊക്കെ മീൻ കൂട്ടും, പിറ്റേ ദിവസം അവന് ചാറ് മതി. അപ്പോൾ കൊച്ചവൻ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം ആണെങ്കിലും അവന് ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞ്, കാരണം ഇത്രയും നാളിൽ കിട്ടാതിരുന്ന് കിട്ടിയപ്പോഴേ അതിന് ഭയങ്കര ടേസ്റ്റ്. കുറേ ദിവസം കൊണ്ട് ഇച്ചിരി ഇനി ഒരു മീനോടെ ഇരിപ്പുണ്ട്, അതിന് മുമ്പിട്ട് ഇച്ചിരി കപ്പ വാങ്ങിക്കണമെന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് തുണികളും കഴുകിയിട്ട് എല്ലാം ഇങ്ങനെ നമ്മൾ ഒറ്റക്കൈയിൽ ഇങ്ങനെ വരുമ്പം ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ സമയം അങ്ങ് പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ 12:30 ആകുമ്പോൾ അലാറം വെക്കും, കാരണം കൊച്ചിനെ വിളിക്കാൻ പോകാനായിട്ട്. ബൈ ചാൻസ് എന്തെങ്കിലും ഇത്തിരി എനിക്ക് ജോലി കൂടുതലാണ് പോകാൻ പറ്റില്ല, വെയിലാണെങ്കിൽ ഞാൻ പിന്നെ ആടത്തേലും പേരൻസിൻ്റെ വിളിച്ച് പറയും അവനെ ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണേ, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന്. അല്ലെങ്കിൽ കഴിവതും ഞാനങ്ങ് പോകാൻ നോക്കും. ബസ്സിൻ്റെ ട്രാക്കിംഗ് ഐഡി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിയാൽ അത് എവിടെ എത്തിയെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ ബിഗ് ബസാറിൻ്റെ അവിടെ എത്തുന്ന ഉടനെ ഞാൻ പിന്നെ പോയിസറൊക്കെ കഴിയുന്നുണ്ടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കും. അവൻ വന്ന ഉടനെ ഇച്ചിരി നേരം ഡ്രസ്സൊക്കെ മാറി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ കുളിക്കാനങ്ങ് പറയും. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആഹാരം വല്ലതും കൊടുത്ത് ആളിനെ ഇപ്പം ഉച്ചയ്ക്ക് 1 മണിക്കൂർ അങ്ങ് കിടത്തും. അല്ലെങ്കിൽ ഇവൻ എന്തോ ചെയ്യുമെന്നോ, എനിക്കത് ഞാൻ ആരംഭത്തിൽ അവനെ ഉറക്കാഞ്ഞത് മനഃപൂർവ്വം ഉറക്കാഞ്ഞ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി ഉറങ്ങിയാൽ പിന്നെ രാത്രി കിടക്കത്തില്ല, 10 മണിയാകുമ്പോൾ ഉറക്കം വരത്തില്ല. അപ്പം ഇവനെ പഠിപ്പിക്കാൻ ഇരുത്തുന്നുണ്ടേ അവൻ 8:30 തൊട്ടേ അങ്ങ് ഇവിടുന്ന് അങ്ങ് ഹോളിൽ പോകും. എന്നിട്ട് പൂളിൻ്റെ കട്ടിൽ പഠിക്കാനാണെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടേ ഉറങ്ങി കിടക്കുന്ന കാണാം. അതുകൊണ്ട് അത് പിന്നെ റേച്ചാൻ പറഞ്ഞു 1 മണിക്കൂർ നീ ഒന്ന് ഉറക്കണം അവനേന്ന്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ കറക്റ്റ് 1 മണിക്കൂർ കിടത്തി. അതും വൈകിട്ട് കിടത്തിയാലും പെട്ടെന്ന് ഉറങ്ങും, പക്ഷേ എണ്ണിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കറക്റ്റ് 1 മണിക്കൂറേ കിടത്തത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. രാത്രി ഉറങ്ങത്തില്ല, പിന്നെ നേരം വെളുത്ത് എണ്ണിക്കത്തില്ല. അതും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം, നമുക്കതുകൊണ്ടൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ കിടന്ന് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയാലെന്തോ ഒന്നും പറഞ്ഞ്. അപ്പോൾ അന്നേരം ഞാൻ വിളിക്കുന്നത് എങ്ങനെ, എടാ ബസ് പോകുന്നു എളുപ്പം എണ്ണീരിടാന്ന് ആദ്യം ആശാൻ ചിന്തിക്കും, അയ്യോ ബസ് പോയെന്ന് പറഞ്ഞ് ചാടി എണ്ണിക്കും. അങ്ങനെയൊക്കെയാ അങ്ങ് മുന്നോട്ട് പോകുന്നു. അപ്പം ഉച്ചയ്ക്ക് വന്ന ഉടനെ ആൾക്ക് ഞാൻ രാവിലെ കറി കൊടുത്തോണ്ടേ മുട്ട കൊടുത്ത് വിട്ടില്ലല്ലേ, ആ വെജിറ്റബിൾസും എല്ലാം കൊടുത്തുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നോണ്ടേ പറഞ്ഞ് എനിക്ക് അപ്പവും മുട്ടയും മതിയെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവൻ്റെ പങ്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയും കറിയും. അവന് പിന്നെ അതാ കൊടുത്തത്. ഒരിടയ്ക്ക് ഇവൻ അപ്പം ഇഷ്ടമല്ലായിരുന്നു, അപ്പം ഉണ്ടാക്കിയാൽ വേണ്ടെന്ന് പറഞ്ഞ് രാവിലെ ഞെണിങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇവേ ഞങ്ങൾക്കൊക്കെ അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഈ ചെറുക്കനൊക്കെ എന്തുവാന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പോളിന് പക്ഷേ അങ്ങനെയില്ലേ, അവന് ഇഷ്ടമാണ് ഇത്. പക്ഷേ ഇവർക്കിങ്ങനെ ഇങ്ങനെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പം ഇഷ്ടം. നമ്മളിപ്പോൾ തവയിൽ അത് കോരി ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ അതത്ര ഇഷ്ടമല്ല. റേച്ചാനും ഇങ്ങനെ അപ്പച്ചട്ടിയിൽ ഈ നടുക്ക് കുഴിയുള്ളത് അതാ ഇഷ്ടം, പൊങ്ങിയിരിക്കുന്നത്. ഞാൻ അടുക്കളയിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാനില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് വല്ലാത്ത സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഞാൻ കൊച്ചന് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുണികൾ വിരിക്കാനായിട്ട് എടുത്ത്. അപ്പോൾ അതെല്ലാം ഇപ്പം എല്ലായിടത്തെയും തുണി ഞാൻ തന്നെ വിരിക്കേണ്ടി. പോളിനിയും വരണമെങ്കിൽ 4-5 മണിയാവത്തില്ല, അപ്പോഴത്തേക്കിനെല്ലാം വിരിക്കണം. നമ്മുടെ മീനൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ അങ്ങ് വാടിപ്പോയി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്തത് തോരൻ വയ്ക്കാം. പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടന്ന് തോരൻ വെക്കാനായിട്ട് ഞാൻ പറയില്ലേ കാബേജും ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളായിരുന്നെന്ന്. ബാക്കി സാമ്പാർ ഭാജി മത്തങ്ങ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പിന്നെ എന്നാ ചിന്തിച്ച് ഇന്നും അങ്ങ് ചെറുപയർ വയ്ക്കാമെന്ന്. അപ്പം മീൻ കറിയും ചെറുപയറും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, രസവും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ സവാള ഇങ്ങനെ വെട്ടി, പിന്നെ തേങ്ങ തിരുമിയില്ലായിരുന്നു. പിന്നെ എനിക്കിനിയും പൊട്ടിച്ചത് എടുക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഇന്ന് ഊസ്രാളി പയർ തോരനായിരുന്നു. അപ്പോൾ പ്രൈസൻ അത് കഴിച്ചിട്ട് പറയാം, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, ഒരു സാധനങ്ങളൊന്നും ഇല്ലല്ലോ, തേങ്ങയ്ക്ക് അവനാ പറഞ്ഞത്. ഭയങ്കര സാധനങ്ങളാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം. അപ്പം ഞാൻ ആ വെളുത്തുള്ളി കുറച്ച് ചതച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുളക് പൊടി ഇച്ചിരി 1.5 ടീസ്പൂണോളം ഇട്ട്, പിന്നെ ഇച്ചിരി ഗരം മസാല ഇട്ട്,
ഇന്ന് തേങ്ങയൊന്നുമില്ലല്ലേ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ 3/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊന്നുമില്ല, 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ആ പയറും ഇട്ട്, പയറ് വെള്ളം കുറവായതുകൊണ്ട് വിസിലടിച്ചിട്ട് അതധികം വെന്തില്ല. ഇച്ചിരി വെള്ളം കൂടുതലാണെങ്കിൽ അതങ്ങ് വെന്ത് പോയനായിരുന്നു. ലാസ്റ്റ് ഇച്ചിരി വെള്ളം കൂട്ടിയതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അതങ്ങ് വെന്ത് പോയെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി വെള്ളം കുറച്ചായിട്ട് ഇനി ഇതിൽ കിടന്നൊന്ന് വെന്ത് പിന്നെ മുളക് പൊടി അതെല്ലാം അതിലൊന്ന് കയറട്ടെന്നും പറഞ്ഞ് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ചെറിയ തീയിൽ അവിടെ ഇട്ട് വെച്ചേക്കും. അപ്പോഴത്തേക്കിന് പിന്നെ കുറച്ച് നേരം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അതങ്ങ് റെഡി ആയിരിക്കും. പിന്നെ അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൊണ്ടുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.